അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. അമേരിക്കയ്ക്ക് വലിയ കടമുണ്ട്. ലോകത്തെ ഏറ്റവും അധികം കടം വാങ്ങിക്കൂട്ടിയിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. അമേരിക്കൻ ഡോളറിനെ മാറ്റിവെച്ച് മറ്റു പല കറൻസികളിലും ലോകരാജ്യങ്ങൾ ട്രേഡ് നടത്താൻ തുടങ്ങി. ബ്രിക്സ് കൂടുതൽ പവർഫുള്ളായിട്ട് മാറുന്നു. മൾട്ടിപോളാർ വേൾഡിൽ അമേരിക്കയുടെ സ്വാധീനം കുറയുന്നു. അപ്പോൾ അമേരിക്കയെ വീണ്ടും ശക്തമാക്കുവാൻ പശ്ചിമേഷ്യയെ സംഘർഷത്തിലാഴ്ത്തിക്കൊണ്ട് അമേരിക്ക നടത്തുന്ന കൊടും ചതിയാണോ ഈ യുദ്ധം? നമുക്ക് അങ്ങനെയും സംശയിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്ത കണ്ടു. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം, അതിന്റെ ഉടമസ്ഥർ താൽക്കാലികമായി ബ്രിട്ടനാണ്. ഭാവിയിൽ അത് മൗറീഷ്യസിന് കൈമാറുമെന്നാണ് ധാരണ. അതേസമയത്ത് ഇന്ന് അത് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ദ്വീപ് പാട്ടത്തിനെടുത്ത് അവിടെ മിലിറ്ററി ബേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയാണ്. ഇന്ത്യൻ ഓഷനിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ബേസ് ആണ് ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇറാന്റെ ഒരു കപ്പലിനെയൊക്കെ അമേരിക്ക ആക്രമിച്ചത്. അപ്പൊ ഈ ഒരു ബേസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വലിയ ആക്രമണം ഇറാൻ നടത്തിയെന്നും ഏതാണ്ട് 4000 കിലോമീറ്റർ താണ്ടി ഇറാന്റെ മിസൈലുകൾ ഈ ദ്വീപുകൾക്ക് സമീപത്തെത്തിയെന്നും അതിനെ ഫലപ്രദമായിട്ട് തങ്ങൾ പ്രതിരോധിച്ചു എന്നും പിന്നീട് അമേരിക്കയും അതിനുശേഷം ബ്രിട്ടനും വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പൊ ഇവിടെ കുറെ ആളുകൾ ഇത് കണ്ടില്ലേ ഞങ്ങളുടെ ഇറാന്റെ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇറാന്റെ വലിയൊരു നേട്ടമായിട്ട് അതിനെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു വലിയ ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതിന് കാരണം ഇപ്പോ ഇറാൻ ഇത് നിഷേധിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനൊരു ആക്രമണം ഡീഗോ ഗാർഷ്യ ലക്ഷ്യമിട്ട് നടത്തിയിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ കൈവശമുള്ള മിസൈലുകളുടെ പരമാവധി ദൂരപരിധി എന്ന് പറയുന്നത് 2000 കിലോമീറ്റർ ആണ്. ചില വിദഗ്ധരൊക്കെ വന്നിരുന്നു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ മിസൈലുകളുടെ പേലോഡ് കപ്പാസിറ്റി വളരെയധികം കുറയ്ക്കുകയോ പേലോഡ് ഇല്ലാതെയോ വിക്ഷേപിക്കുകയാണെങ്കിൽ വേണ്ടി വന്ന 4000 കിലോമീറ്റർ വരെയൊക്കെ ചിലപ്പോൾ പോയേക്കാം. അങ്ങനെ ആയിരിക്കാം ഇത് അവിടേക്ക് എത്തിയത് എന്നൊക്കെ ചില വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആ മിസൈൽ അയച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം സാധ്യതകളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷെ ഇറാൻ ഇപ്പോൾ പറയുന്നത് ഡീഗോ ഗാർഷ്യ ലക്ഷ്യമിട്ടുകൊണ്ട് തങ്ങളുടെ ഒരു മിസൈലുകളും തങ്ങൾ വിക്ഷേപിച്ചിട്ടില്ല എന്നാണ്. സാധാരണ രീതിയിൽ അമേരിക്കയുടെ F-15 വിമാനങ്ങൾ തകർന്നപ്പോഴും F-35 വിമാനത്തിന് അപകടം സംഭവിച്ചപ്പോഴും ഇറാൻ ഉടനെ തന്നെ അവകാശവാദവുമായിട്ട് എത്തി, ഞങ്ങളാണ് ആക്രമിച്ചത് എന്ന്. അമേരിക്കയുടെ ഗൾഫ് റീജിയണിൽ അടക്കമുള്ള സൈനിക താവളങ്ങളും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളും ഒക്കെ ആക്രമിച്ചപ്പോഴും ഇറാൻ തങ്ങളാണത് ചെയ്തത് എന്ന് ആദ്യം തന്നെ എത്തി പറഞ്ഞൊരു രാജ്യമാണ്. അപ്പൊ അമേരിക്കയെ ഭയന്ന് പറയാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് തങ്ങളുടെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുക എന്ന് തന്നെയായിരിക്കും ഏതൊരു രാജ്യവും ചെയ്യുന്നത്. അപ്പൊ ഡീഗോ ഗാർഷ്യ വരെ ഒരു മിസൈൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇറാൻ അഭിമാനത്തോടെ വന്ന് പറയാവുന്നതാണ്, ഞങ്ങളുടേതാണ് എന്ന്. പക്ഷെ ഇറാൻ ഇല്ല എന്ന് പറയണമെങ്കിൽ ഇറാൻ അത് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ആരായിരിക്കാം അത് ചെയ്തത് എന്നതാണല്ലോ അടുത്ത ചോദ്യം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം മാത്രമല്ല, മറിച്ച് അതിലുപരിയായിട്ട് സോഷ്യൽ മീഡിയയിലും വിദഗ്ധർക്കിടയിലും ഇപ്പോൾ നടക്കുന്ന ചില ചർച്ചകളാണ്. ഇതിൽ ശരിയേത് തെറ്റേത് എന്ന് വ്യക്തമായി നമുക്കറിയില്ല. ചില സാധ്യതകൾ മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുള്ളത് തങ്ങളുടെ മിസൈലുകൾക്ക് 2000 കിലോമീറ്റർ മാത്രമേ ദൂരപരിധിയുള്ളൂ എന്നാണ്. എന്നാൽ ഡീഗോ ഗാർഷ്യയിലേക്കുള്ള ദൂരം 4000 കിലോമീറ്റർ ആണെന്ന് നമ്മൾ ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞു. ഇറാന്റെ ഒരു മിസൈല് ഡീഗോ ഗാർഷ്യ വരെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം യൂറോപ്പിലേക്ക് വരെ ഇറാന് മിസൈലുകൾ അയക്കാനുള്ള ശേഷി കൈവന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓൾറെഡി 4000 കിലോമീറ്റർ ദൂരം താണ്ടിയ ഒരു മിസൈൽ ഉള്ള ഒരു രാജ്യത്തിന് പതിയെ അതിന്റെ ദൂരം ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ നാളെ ലണ്ടൻ, പാരീസ്, ബെർലിൻ തുടങ്ങിയ യൂറോപ്പിലെ പ്രധാന നഗരങ്ങളെല്ലാം തന്നെ ഇറാന്റെ മിസൈൽ പരിധിയിലേക്ക് വരും. 4000 കിലോമീറ്റർ വർദ്ധിപ്പിച്ച് യൂറോപ്പിനെ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലേക്ക് മിസൈലുകളെ ഘടിപ്പിക്കാനും വിക്ഷേപിക്കാനും ഒക്കെ ഇറാന് സാധിക്കും എന്നത് സ്വാഭാവികമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളെ ഭയപ്പെടുത്തുകയും അവരെ ഈ യുദ്ധത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭാഗമായി നിന്ന് ഇറാനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. നേരത്തെ അമേരിക്കൻ ഭരണകൂടം പ്രസിഡന്റ് ട്രംപ് നേരിട്ടടക്കം ഈ നാറ്റോ രാജ്യങ്ങളോടും യൂറോപ്യൻ രാജ്യങ്ങളോടും നിങ്ങളുടെ കപ്പലുകളും മറ്റുമൊക്കെ അയച്ച് തങ്ങൾ ഈ ചെയ്യുന്ന യുദ്ധത്തിന്റെ ഭാഗമാവണം, ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നേക്കാൾ കൂടുതൽ ഇത് നിങ്ങൾക്കാണ് പ്രശ്നം, ട്രംപ് പറഞ്ഞതാണ്. അതായത് അമേരിക്കയിലേക്ക് അയക്കാൻ പറ്റുന്ന മിസൈലുകൾ നിലവിൽ ഇറാന്റെ കയ്യിലില്ല, എന്നാൽ നിലവിൽ ഇറാന്റെ കൈവശം യൂറോപ്പ് വരെ എത്തുന്ന മിസൈലുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കണം, ഇത് എന്റെ മാത്രം യുദ്ധമല്ല എന്ന് പറഞ്ഞ് യൂറോപ്പിനെയും അതുപോലെ നാറ്റോ രാജ്യങ്ങളെയും ഒക്കെ ക്ഷണിച്ച സമയത്ത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ അതിൽ വിട്ടുനിന്നു. അതായത് ഞങ്ങളിപ്പോൾ തൽക്കാലം ഇറാനെ ആക്രമിക്കാനില്ല എന്ന നിലപാടാണ് എടുത്തത്. അവിടെയാണ് ഇതിന്റെ പിന്നിൽ ഒരു വലിയ ചതി ഒളിഞ്ഞിരിക്കുന്നു എന്ന സംശയം വരുന്നത്.
അമേരിക്കയും ഇസ്രയേലും നിലവിൽ ഇറാനെതിരെ നീങ്ങുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോയെയും ഇതിൻ്റെ നേരിട്ടുള്ള സൈനിക നടപടികളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഡ്രാമയാണോ ഇറാന്റെ മിസൈൽ ഡീഗോ ഗാർഷ്യ വരെ എത്തി എന്ന വാർത്തയ്ക്ക് പുറകിൽ നിന്ന് സ്വാഭാവികമായ സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇറാൻ തങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ് എന്ന് യൂറോപ്പിനെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ അമേരിക്ക ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ യൂറോപ്പിന് യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള ഡീഗോ ഗാർഷ്യ ആക്രമിക്കപ്പെട്ടു എന്ന് വരുത്തി തീർത്താൽ അത് ബ്രിട്ടനെയും അതുവഴി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും വൈകാരികമായി പ്രകോപിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിന് സഹായിക്കും. ഇതൊരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ അഥവാ മറ്റൊരാൾ ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന നാടകമാണ് എന്ന് ഇറാൻ ഇപ്പോൾ ആരോപിക്കുന്നതും ഇതേ കാരണത്താൽ തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇതിനായിട്ട് തനിച്ച് യുദ്ധം ചെയ്യുകയാണെങ്കിൽ മുഴുവൻ നഷ്ടങ്ങളും അമേരിക്കയ്ക്ക് മാത്രം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അവരുടെ പിന്തുണ ഉറപ്പുവരുത്തുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമാണ്. മിസൈൽ ദൂരപരിധി 4000 കിലോമീറ്റർ ആണെന്ന വാദം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് അവരുടെ സഖ്യകക്ഷികളെ ഒന്നിപ്പിക്കുവാനും യുദ്ധത്തിന്റെ ഭാഗമാക്കുവാനുമുള്ള ഒരു തന്ത്രവുമായിരിക്കാം. ഇനി ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്, ഞാൻ അതും പറയാം. ഇനി യഥാർത്ഥത്തിൽ ഇറാൻ അങ്ങനെ ഒരു മിസൈൽ അയച്ചിട്ടുണ്ടെങ്കിലോ? ഇപ്പൊ ഇറാൻ ഈ ഡീഗോ ഗാർഷ്യ ലക്ഷ്യമിട്ടുകൊണ്ട് പേലോഡ് ഇല്ലാത്ത ഒരു മിസൈൽ അയച്ചു, അമേരിക്ക അതിനെ പ്രതിരോധിച്ചു എന്ന് കരുതുക. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഇറാൻ മറ്റ് ആക്രമണങ്ങളൊക്കെ ഏറ്റെടുത്തുവെങ്കിലും ഈ ആക്രമണം ഏറ്റെടുക്കാൻ ഇറാനും സാധ്യത കുറവാണ്. അതിന്റെ കാരണവും മേൽപ്പറഞ്ഞതുമായി ബന്ധപ്പെട്ടതാണ്. ഇറാൻ ഇത് നിഷേധിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് തങ്ങൾക്ക് അത്രയും ദൂരപരിധി ഇല്ല എന്ന് സ്ഥാപിക്കുന്നതിലൂടെ യൂറോപ്പിനെ സമാധാനിപ്പിക്കുവാനും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തങ്ങളെ കുടുക്കാൻ നോക്കുകയാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഒരു ശ്രമമായിട്ട് ഇറാൻ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ രണ്ട് സാധ്യതകളുമുണ്ട്. കൂടുതൽ സാധ്യത ആദ്യം പറഞ്ഞതിന് തന്നെയാണ്, എന്നാൽ പോലും രണ്ട് സാധ്യതകളെയും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഇതൊരു രാഷ്ട്രീയ നീക്കമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇറാന്റെ മിസൈൽ ശേഷി ലോകത്തിന് മുന്നിൽ ഒരു വലിയ ഭീഷണിയായി ചിത്രീകരിക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ പിന്തുണ നേടിയെടുക്കാൻ കഴിയും. മാത്രമല്ല ട്രംപിന്റെ പൊളിറ്റിക്കൽ കരിയറിന് ഇത് ആവശ്യമാണ്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ അമേരിക്കൻ ഗൂഢാലോചനയുടെ സാധ്യതയാണ് കൂടുതൽ എന്ന് കരുതുന്നത്. കാരണം അമേരിക്കയുടെ നിലനിൽപ്പിന് ഇത് ആവശ്യമാണ്. താൻ യുദ്ധമേ ചെയ്യില്ല, യുദ്ധം ചെയ്യുന്നത് അമേരിക്കക്കാരുടെ നികുതി പണം വല്ല രാജ്യത്തിനും വേണ്ടി കൊണ്ടുകളയുന്നതിന് തുല്യമാണെന്നാണല്ലോ ട്രംപ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അമേരിക്കയ്ക്കുള്ളിൽ ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, ഇത് ഇസ്രയേലിന്റെ യുദ്ധമാണ്, അമേരിക്ക അതിന് വഴങ്ങിക്കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ട്രംപിന്റെ തന്നെ സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടിയിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇറാൻ ഇപ്പോ 4000 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഒരു ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അമേരിക്കയിലെ ജനങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം കൂടി അവിടെ കിട്ടുകയാണ്. ഇറാൻ ഡീഗോ ഗാർഷ്യ ആക്രമിച്ചു, അതായത് അമേരിക്കയുടെ സൈനിക താവളത്തെ ആക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ ഇറാന്റെ കയ്യിൽ ഇങ്ങനത്തെ മിസൈലുകളൊക്കെ ഉണ്ട്. നാളെ ഇറാൻ ഞങ്ങളുടെ രാജ്യത്തെ, അതായത് അമേരിക്കയെ നേരിട്ട് ആക്രമിച്ചാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം തുളസി ഗബ്ബാർഡ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇറാനും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇറാന്റെ കയ്യിൽ അമേരിക്ക വരെ എത്തുന്ന മിസൈലുകളും കാണും. അതുകൊണ്ട് ഈ യുദ്ധം ഇസ്രയേലിന്റെ യുദ്ധം മാത്രമല്ല, അമേരിക്കയുടെ യുദ്ധമാണ്. ഇനി ഇസ്രയേലിന്റെ അമേരിക്കയുടെ യുദ്ധം മാത്രമല്ല, യൂറോപ്പിന്റെയും കൂടി ആവശ്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെയും ട്രംപിന്റെയും ഒരു കൂർമ്മ ബുദ്ധിയുടെ ഭാഗമായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണിത്. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ഈ യുദ്ധം ഇസ്രയേലിന്റെ യുദ്ധം അല്ലാതായി മാറുകയാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രയേലിന്റെ മാത്രം ഭീഷണിയല്ല, അമേരിക്കയ്ക്കും ഭീഷണിയാണ്, യൂറോപ്പിനും ഭീഷണിയാണ്, നാറ്റോയ്ക്കും ഭീഷണിയാണെന്ന് വരുത്തി തീർക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്നത് ഒരു വ്യാജ ആരോപണമോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു നാടകമോ ആകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഇനിയിപ്പോൾ മറ്റേ സാധ്യതയും തള്ളിക്കളയണ്ട. ഇറാനും ചിലപ്പോൾ ആക്രമിച്ചിട്ട് അത് സമ്മതിക്കാത്തതുമാകാം, യൂറോപ്പ് കൂടി ഇനി ഇവർക്കൊപ്പം ചേരണ്ട എന്ന് കരുതി. എങ്കിലും കൂടുതലായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു അമേരിക്കയുടെ ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ തെളിവുകളില്ല. ഇവിടെ വിശ്വാസങ്ങൾക്കോ നമ്മുടെ ചിന്തകൾക്കോ പ്രസക്തിയില്ല. തെളിവുകളില്ലാത്തിടത്തോളം കാലം ഈ രണ്ട് വാദങ്ങൾക്കും തൽക്കാലം നമുക്ക് ഇതാണ് ശരിയെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. കാരണം യുദ്ധം എന്ന് പറയുന്നത് വ്യാജ പ്രചാരണങ്ങളുടെ കൂടി കാലമാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ജയിച്ചത് നമ്മളാണെങ്കിലും പ്രചാരണത്തിൽ മുന്നിൽ നിന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് ഇപ്പോഴും പാകിസ്ഥാനികൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ അവരെന്തോ ഇന്ത്യ എടുത്തങ്ങ് വിഴുങ്ങിയെന്നാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. പാകിസ്ഥാൻ പരാജയപ്പെട്ട് നാണം കെട്ട് ഓടിയ യുദ്ധത്തിൽ അവർ പക്ഷെ അവരുടെ ജനങ്ങളോടും ലോകത്തോടും പറയാൻ ശ്രമിച്ചത് അവരാണ്
ഇന്ത്യ എന്തൊക്കെയോ അങ്ങ് ചെയ്തതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് യുദ്ധങ്ങളെന്ന് പറയുന്നത് യഥാർത്ഥ യുദ്ധത്തിനപ്പുറം ഈ ഇൻഫർമേഷൻ വാർഫെയറും വളരെ പ്രധാനമാണ്. വ്യാജ വാർത്തകൾ വളരെയധികം പ്രചരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനകത്ത് വസ്തുത വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.